ഇത് വാഹനത്തിന്റെ സ്റ്റയറിംഗ് കണ്ടിട്ട് ഇത് ലോറിൻ്റെതും ആവാൻ ചാൻസ് ഇല്ല. ചെറിയൊരു സ്റ്റയറിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ആ ലോറിയും മണ്ണിൻ്റെ അടിയിൽ പൊതിഞ്ഞിട്ടാണെന്നാണല്ലോ ഈശ്വർ മൽപ്പെ പറയണത്. അത് മണ്ണിൻ്റെ അടിയിൽ പൊതിഞ്ഞ് കിടക്കുന്ന സാധനത്തിൻ്റെ മുകളിൽ എന്താ പറയുക, കാണുന്ന ഭാഗത്ത് റോപ്പ് ഇട്ടിട്ട് പൊന്തിച്ചപ്പോൾ ആ ടയർ മാത്രം പൊന്തിണ്ടാവും. ഇത് വേറെ ഏതൊരു വാഹനം ഇല്ല. സ്റ്റയറിംഗ് എന്തായാലും അത്ര വലിപ്പം കാണില്ല. ഇനിയും ചിലർ ചെറിയ സ്റ്റയറിംഗ് ഉപയോഗിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമ്മളതല്ല, പ്ലാറ്റ്ഫോം നമ്മളതല്ല. കണ്ടിട്ട് അത് അന്വേഷിക്കേണ്ട വിഷയം. കുറച്ച് ചെറുതായിട്ടാണ് എനിക്ക് ആ സ്റ്റയറിംഗ് കണ്ടത്. നമ്മളതല്ല. ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യമാണല്ലോ, ഒട്ടേറെ വാഹനങ്ങൾ ഈ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് പെട്ടുപോയിട്ടുണ്ട്. അത് വീണ്ടും ശരിവെക്കുന്ന ഒരു കാര്യമാണ്. അതെ, അതിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നെ കൊണ്ട് പരമാവധി ഒരു ഇതുണ്ട്. അതിന് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളാണ് ശരിക്കും അന്വേഷിക്കേണ്ടത്. ഇവിടെ വാഹനങ്ങൾ ഇനിയുണ്ട്, വാഹനങ്ങളുണ്ട്. ആകെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം ഈശ്വർ മൽപ്പയ്ക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ കിട്ടിയിട്ടുള്ളൂ. ഇനിയും കൂടുതൽ സമയവും സൗകര്യങ്ങളും ആളുകളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈശ്വർ മൽപ്പേൻ്റെ മുകളിൽ ഞാൻ 100% വിശ്വാസമുണ്ട്. ഈ ഈശ്വർ മൽപ്പേനെയാണ് ഇത്രയും ദിവസം ഇവർ ഉൾപ്പെടുത്താതെ നിന്നത്. ഇന്ന് തന്നെ ഈശ്വർ മൽപ്പേനെ എങ്ങനെയാണ് നമ്മളെ സ്വന്തം ഇതിൽ കൂട്ടിക്കൊണ്ടുവന്ന്, രാവിലെ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്താക്കുകയാണ്, 6 മണിക്ക് ഈ വെള്ളത്തിൽ ഇറക്കുകയാണ്. ആ മനുഷ്യൻ ഇപ്പോഴും വെള്ളത്തിൻ്റെ അടിയിലുണ്ട്. ആ മനുഷ്യൻ അർജുൻ്റെ അമ്മക്ക് കൊടുത്തൊരു വാക്ക് നിറവേറ്റാൻ വേണ്ടി മാത്രം വന്നതാണ്. അതിനുള്ള സൗകര്യം കൂടിയും ഇവിടെ ഉള്ള ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് പലതും കണ്ടെത്താണ്ട്. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും തീരുന്ന പ്രശ്നമല്ല. ഇത് ഇപ്പം കണ്ടെത്തിയ ലോഹഭാഗം നമ്മളതല്ല, അത് വേറെ ഏതൊരു വാഹനത്തിൻ്റെതാണ്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ചെറിയ സ്റ്റയറിംഗ് ആണ്. ഇല്ല. അത് ഓർക്ക് ഒരു 800 ഓർക്കൊന്നും അങ്ങനെ സ്കൂട്ടറൊക്കെ അങ്ങനെ മേ ബി ആയിരിക്കാം. എന്തായാലും ഈ ദുരന്തത്തിൽ പോയ കൃത്യമായ ഒരു കണക്ക് ഇപ്പം തന്നതും തമ്മിൽ ഒരിക്കലും മാച്ച് ചെയ്യില്ല. ഇപ്പം ഇവർ പറഞ്ഞത് ഒരു ടാങ്കറും ഒരു മരത്തിൻ്റെ ലോറിയാണ് ഈ വെള്ളത്തിൻ്റെ അടിയിൽ പോയത്. ആ ടാങ്കറിൻ്റെ മുക്കാ ഭാഗവും അവിടെ കയറ്റിയിട്ടിക്കണ്. ജസ്റ്റ് ആ ഒരു ഹെഡ് മാത്രമാണ് കിട്ടാനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം നമുക്ക് എത്ര വാഹനത്തിന്റെ പാർട്സുകൾ കിട്ടിയിട്ടുണ്ട്. സാധാരണഗതിയിൽ സ്റ്റിയറിംഗിന്റെ ഭാഗം കണ്ടാൽ ഏത് വാഹനത്തിനാണ് മനസ്സിലാക്കാൻ കഴിയണം. ഇതങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അല്ല, ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഇപ്പൊ കിട്ടിയ ടയർ മിക്കവാറും ഒരു അശോക് ലൈലൻഡ് വണ്ടിന്റെ ആണ് ആ ടയറും മറ്റുള്ള ഭാഗവും ആയിരിക്കാം. ടാങ്കറിന് ഇനി എന്തൊക്കെ കിട്ടാണ്ടുള്ളത് അന്വേഷിക്കണം. എന്തായാലും എനിക്ക് ഇതിൽ ദുരൂഹത തോന്നുന്നത്, ഇതുവരെ 4 ഡ്രൈവർമാർ ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. 4 ഡ്രൈവർമാരിൽ ഒരു ഡ്രൈവർ നമ്മളതാണെന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ ബാക്കി 3 ഡ്രൈവർമാർ, ഒരു ടാങ്കർ ലോറിക്ക് 3 ഡ്രൈവർമാർ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ഡ്രൈവർ മാത്രം വെച്ചിട്ടാണ് എല്ലാ ടാങ്കർ ലോറിയും ഓട്ടുന്നത്. അപ്പോൾ ഈ ഡ്രൈവർമാരൊക്കെ എവിടെ നിന്നാണ് മരണപ്പെട്ടത്? ഇവരെ വാഹനങ്ങൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ ഓണർമാരെന്താ ഈ വഴിക്ക് വരാത്തത്? ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്.